നിങ്ങൾക്കുണ്ട്. As I said, I met farmers who are facing great difficulties. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന കർഷകരെ ഞാൻ കണ്ടു. Growing beautiful crops, spices, coffee, tea, rubber, but not being able to get the right prices for it. അതുപോലെ ഇവിടെ തന്നെ കാപ്പി, റബ്ബർ തുടങ്ങി മനോഹരങ്ങളായ വിളകൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനു വേണ്ട കൃത്യമായ വില നിങ്ങൾക്ക് കിട്ടുന്നില്ല. I know that in all these areas the man-animal conflict is a great source of distress for all of you. എനിക്കറിയാം ഈ പ്രദേശങ്ങളിലെല്ലാം വന്യജീവി സംഘർഷം നിങ്ങൾക്ക് വലിയ ദുരിതമുണ്ടാക്കുന്ന ഒരു കാരണമാണെന്ന് എനിക്കറിയാം. And the long-standing issues of the medical college, of the night ban on the road to Mysore, these are big issues that you have been facing. അതുപോലെ ദീർഘകാലമായി നിലനിൽക്കുന്ന മെഡിക്കൽ കോളേജിന്റെ പ്രശ്നം, യാത്രാ നിരോധനം, അതുപോലെ മൈസൂരിലേക്കുള്ള റോഡ്, ഇതൊക്കെ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളാണെന്ന് എനിക്കറിയാം. I intend to work very hard together with you, first of all to understand all these problems in depth, and then to try my best to bring all the parties together to resolve them. ഞാൻ നിങ്ങളോട് ഞാൻ കഠിനാധ്വാനം ചെയ്യും. ഈ പ്രശ്നങ്ങൾ ആഴത്തിൽ നിന്ന് മനസ്സിലാക്കി എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഞാൻ കഠിനാധ്വാനം ചെയ്യും. I spoke about the tragedy that took place almost exactly 4 months ago. And it's very sad that until now the correct compensations, the correct relief and rehabilitation has not been given to the victims of that tragedy. ഞാൻ നിങ്ങളോട് ഇവിടെ ഏകദേശം 4 മാസങ്ങൾക്ക് മുമ്പ് നടന്ന വലിയ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞു. വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതുവരെ ദുരന്തബാധിതരായ ആളുകളുടെ പുനരധിവാസത്തിനും അവർക്ക് ആശ്വാസം നൽകുന്നതിനും അവർക്ക് നഷ്ടപരിഹാരം നൽകുന്നതിനും വേണ്ട ഒന്നും ഇതുവരെ നടന്നിട്ടില്ല എന്നത് വിഷമമുണ്ടാക്കുന്നതാണ്. All of us, UDF leaders, workers in our own ways are trying to put as much pressure as we can so that this rehabilitation is received by the victims. You must be knowing that even yesterday, some youth congress workers were protesting and they got lathi charged by the police. നിങ്ങൾക്കറിയാം, നമ്മൾ ഇവിടെയുള്ള എല്ലാവരും, ഐക്യജനാധിപത്യ മുന്നണിയുടെ എല്ലാ നേതാക്കളും പ്രവർത്തകരും നമ്മുടെ ഇവിടെ ദുരന്തബാധിതരായ ആളുകൾക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകാൻ ഗവൺമെന്റുകളിൽ കൃത്യമായ സമ്മർദ്ദം ചെലുത്തണം. നിങ്ങൾക്കറിയാം, ഇന്നലെ ഇതിനെതിരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ലാത്തി ചാർജ് ചെയ്യുകയുണ്ടായി. I will be writing to the Chief Minister of Kerala and trying to put as much pressure as possible on the centre as well to provide the rehabilitation that they deserve. ദുരന്തബാധിതർക്ക് അർഹതപ്പെട്ട പുനരധിവാസം നൽകുന്നതിന് വേണ്ടി കേരള മുഖ്യമന്ത്രിക്ക് ഞാൻ എഴുതുന്നതായിരിക്കും. അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെന്റിനോട് കൃത്യമായ പുനരധിവാസം നടത്തുന്നതിന് വേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് വേണ്ടി അവരെ ഞാൻ സമീപിക്കുന്നതായിരിക്കും. But I would like to urge both the Prime Minister and the Chief Minister to provide this rehabilitation regardless of politics. ഞാൻ